മുൻ SP സുജിത് ദാസിനെതിരായ മരംമുറി പരാതിയിൽ SI N ശ്രീജിത്തിന്റെ മൊഴിയെടുക്കാൻ DIG വിളിപ്പിച്ചിട്ടുണ്ട്. തൃശൂർ DIG തോംസൺ ജോസാണ് ശ്രീജിത്തിനെ വിളിപ്പിച്ചത്. മരംമുറിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൈമാറണമെന്ന് ശ്രീജിത്തിന് നിർദ്ദേശമുണ്ട്. നാളെ തൃശൂർ DIG ഓഫീസിൽ നേരിട്ടെത്തിയാണ് ശ്രീജിത്ത് മൊഴി നൽകുക. മുബഷിർ P അക്ബർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മുബഷിർ P അക്ബർ, ഈ ക്യാമ്പ് ഓഫീസിലെ മരംമുറിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കമായി PV അൻവർ അവതരിപ്പിക്കുന്നതും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും കൊടുത്തിരിക്കുന്ന പരാതിയിൽ ആദ്യത്തെ പരാതിയായി ഉന്നയിച്ചിരിക്കുന്നതും ഈ മരംമുറി വിഷയമാണ്. തേക്ക് മുറിച്ചതും മഹാഗണിയുടെ ചില്ല വെട്ടിക്കൊണ്ടുപോയി ഫർണിച്ചർ പണിഞ്ഞതും ഈ വിഷയത്തിലാണോ ഇപ്പോൾ ശ്രീജിത്തിനോട് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് മുബഷിർ. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നമുക്കറിയാം, നിലമ്പൂരിലെ ഇടതു സ്വതന്ത്ര MLA ആയ PV അൻവർ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളുടെ തുടക്കം കുറിച്ചിരുന്നത് പെരുമ്പടപ്പിലെ SI ആയിരുന്ന ശ്രീജിത്ത് ഇത്തരത്തിൽ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ശശിധരന് നൽകിയ ഒരു പരാതി ഉന്നയിച്ചായിരുന്നു. അദ്ദേഹം നൽകിയ പരാതി 2 മാസം മുൻപായിരുന്നു. മലപ്പുറം SP സുജിത് ദാസ് ആയിരിക്കെ SP നിലവിലുള്ള ക്യാമ്പ് ഓഫീസിൽ നിന്നും SP-യുടെ ക്യാമ്പ് ഓഫീസിൽ നിന്നും അനധികൃതമായി മഹാഗണി തേക്കുമരങ്ങൾ മുറിച്ചു മാറ്റി അത് ഫർണിച്ചറാക്കി തങ്ങളുടെ വീട്ടിലേക്ക് മാറ്റിയതെന്നൊരു പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകുന്നത്. ഈ ഒരു പരാതിയിൽ കൃത്യമായ അന്വേഷണം നടന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു PV അൻവർ പിന്നീട് അവിടെ പ്രതിഷേധവുമായി എത്തുന്നതും പിന്നീട് അത് വലിയ വിവാദമാകുന്നതും തുടർച്ചയായി അദ്ദേഹം പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പോലീസിനെതിരെ നടത്തുന്നതും. ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ഈ ഒരു പരാതി നൽകിയ N ശ്രീജിത്തിനെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി തൃശൂർ DIG ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. തോംസൺ ജോസ്, തൃശൂർ DIG ആയ തോംസൺ ജോസ് മുൻപാകെ നാളെ രാവിലെ തൃശൂർ DIG ഓഫീസിൽ നേരിട്ടെത്തിയായിരിക്കും ശ്രീജിത്ത് മൊഴി നൽകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 മാസം മുൻപ് നൽകിയ പരാതി തൃശൂർ DIG ആയിരുന്ന അജിത ബീഗം അറിഞ്ഞിട്ടും അതിലൊരു തരത്തിലുള്ള നടപടി സ്വീകരിച്ചില്ല എന്നൊരു ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മാറി വന്ന DIG ഇത്തരമൊരു മൊഴിയെടുക്കുന്നതിന് വേണ്ടി ശ്രീജിത്തിനെ വിളിപ്പിച്ചിരിക്കുന്നത്. വിശേഷിച്ചും PV അൻവർ കൊണ്ടുവന്ന തുടർച്ചയായ വെളിപ്പെടുത്തലുകൾ, ശബ്ദരേഖകൾ, തെളിവുകൾ, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത്. മരമുറിയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് കൈമാറണം എന്നുള്ളതാണ് DIG-യുടെ ഓഫീസിൽ നിന്നും ശ്രീജിത്തിനെ അറിയിച്ചിരിക്കുന്നത്. അതായത് വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 1 വർഷം മുൻപാണെന്ന് തോന്നുന്നു, പെരുമ്പടപ്പ് SI ആയിരിക്കെ N ശ്രീജിത്തിനെതിരെ അന്നത്തെ SP സുജിത് ദാസ് നൽകിയ ഒരു പരാതി, ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. അതായത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ സഹായിച്ചെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അന്ന് പെരുമ്പടപ്പ് SI ആയിരുന്ന ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തിരുന്നത്. അദ്ദേഹം ഇപ്പോഴും സസ്പെൻഷൻ നടപടിയിൽ തുടരുകയാണ്. അതിനിടയിലാണ് ഇത്തരമൊരു പരാതി അദ്ദേഹം SP ആയിരുന്ന സുജിത് ദാസിനെതിരെ നൽകുന്നത്. അതേ ഘട്ടത്തിൽ തന്നെ PV അൻവർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട സാഹചര്യത്തിൽ അന്നത്തെ തൃശൂർ DIG ആയിരുന്ന അജിത ബീഗം PV അൻവറിനെ വിളിക്കാൻ സുജിത് ദാസിനോട് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുജിത് ദാസ് വിളിച്ച് സംസാരിക്കുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. അജിത മേഡം പറഞ്ഞതനുസരിച്ചാണ് വിളിച്ചതെന്ന്. സ്വാഭാവികമായ ഒരു ഘട്ടത്തിൽ പരാതി അട്ടിമറിക്കപ്പെടാനുള്ള സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ DIG വരുന്നു. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ വിവാദമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് N ശ്രീജിത്തിനെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി തൃശൂർ DIG ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. മഹാഗണി തേക്കുമരങ്ങൾ ഉൾപ്പെടെ 50,000-ലധികം മുകളിൽ വില വരുന്ന മരങ്ങൾ അനധികൃതമായി ഫോറസ്റ്റിന്റെ ചട്ടങ്ങൾ ഉൾപ്പെടെ ലംഘിച്ചു കൊടുത്ത് അനധികൃതമായി മുറിച്ചു മാറ്റി വീട്ടിലേക്ക് വകമാറ്റി എന്നായിരുന്നു പരാതി. പിന്നീട് ഇത് തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി കത്തിച്ചു കളഞ്ഞു, വിവാദമായതിന് പിന്നാലെ എന്നുള്ളതായിരുന്നു ഈ ഒരു പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. PV അൻവർ നൽകിയ 14 പരാതികളിലും ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഇത് തന്നെയായിരുന്നു. എന്തായാലും സ്വാഭാവികമായിട്ടും ഒരു മുൻ SP-ക്കെതിരെ സസ്പെൻഷനിൽ വരെ SI-യുടെ പരാതി പരിഗണിക്കാൻ DIG തന്നെ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി രംഗത്ത് വരുമ്പോൾ എന്ത് തരത്തിലുള്ള തുടർ നടപടികളാകും ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഡോക്ടർ അരുൺകുമാർ. മുബഷിർ P അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. SP സുജിത് ദാസിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന മരംമുറി വിഷയത്തിൽ മൊഴി നൽകാനായി ശ്രീജിത്തിനെ വിളിപ്പിച്ചിരിക്കുകയാണ് തൃശൂർ റേഞ്ച് DIG തോംസൺ ജോൺസൺ.